കൺട്രോൾ സിസ്റ്റം ആണ് ഞാൻ എടുക്കാൻ പോകുന്നത്. അതിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് തന്നെ എന്താണ്, നമ്മുടെ സ്പീഡ്, മോട്ടോർ വെഹിക്കിൾസിന്റെ സ്പീഡ് ഓട്ടോമാറ്റിക്കലി കൺട്രോൾ ചെയ്യാൻ പറ്റും. അതാണ് മെയിൻ ആയിട്ടുള്ള അതിന്റെ ഗോള്. സാർ കേൾക്കുന്നുണ്ടോ? ആ, അത് നമ്മൾ എങ്ങനെ ചെയ്യുന്ന വെച്ചാല് നമ്മുടെ എന്താ പറയാ, ഈ ആക്സിലേറ്റർ ഇതില്ലേ, നമ്മുടെ സ്പീഡ് സെറ്റ് ചെയ്യും ആദ്യം നമ്മൾ ഇതിൽ തന്നെ, ഈ ക്രൂയിസ് കൺട്രോളിൽ തന്നെ. എന്നിട്ട് അത് നമ്മൾ ഇതാക്കുമ്പോ നമ്മുടെ ത്രോട്ടിൽ താനെ ഇതായിപ്പോ എന്താണ് പറയാ, ഈ സെർവോ മെക്കാനിസം വഴി നമ്മൾ ത്രോട്ടിൽ താനെ മെയിൻറ്റെയിൻ ചെയ്ത് ആ സ്റ്റഡി സ്പീഡിൽ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്ത് കിട്ടും. പിന്നെ അതിന്റെ ബ്ലോക്ക് ഡയഗ്രാം ആണ് ഇതെന്ന് പറയുന്നത്. നമ്മുടെ ഇതിന്ന് നമ്മൾ സെറ്റ് ചെയ്ത സ്പീഡിനനുസരിച്ച് നമ്മുടെ ഈ ക്രൂസ് കൺട്രോൾ ഇതിൽ ഇതായിട്ട് അത് നമ്മുടെ ഔട്ട്പുട്ട് ആയിട്ട് ഇത് പോകും. അത് അഥവാ ഒരു ഓവർ സ്പീഡ് അങ്ങനെ എന്താ കാണിക്കുകയാണെങ്കിൽ നമ്മുടെ സ്പീഡ് സെൻസർ വഴി അത് കൺട്രോൾ ചെയ്തിട്ട് പിന്നെ ഇത് സെറ്റ് ചെയ്തിട്ട് പിന്നെ അതിൽ തന്നെ ഔട്ട്പുട്ട് തന്നെ ആ സ്പീഡിൽ തന്നെ ഇതാവും. അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതിന്റെ വർക്കിംഗ് ആണ് നേരത്തെ പറഞ്ഞതിന്റെ ആ ഒരു വർക്കിംഗ് ആണ്. The cruise control system controls the speed of your car the same way you do by adjusting the throttle position. Cruise control system controls the speed of your car the same way you do by adjusting the throttle position. However, the cruise control engages the throttle valve by a cable connected to an actuator rather than by pressing a pedal. ഈ ആക്ച്വേറ്റർ നമ്മുടെ പ്രസ്സിംഗ് പെഡലിനേക്കാളും എന്താണ് ഈ ആക്ച്വേറ്റർ ഇതാക്കുകയാണെന്ന് പറയുന്നത്. throttle valve controls the power and speed of the engine by limiting how much air it take in. അത് നമ്മുടെ ഇപ്പോഴത്തെ IC എഞ്ചിൻ അതിൽ തന്നെ എന്താണ് ത്രോട്ടിൽ ഈ വാൾവ് കൺട്രോൾ വെച്ചിട്ടാണ് നമ്മുടെ ഈ എഞ്ചിന്റെ സ്പീഡും പവറും എല്ലാം കൺട്രോൾ ചെയ്യുന്നത് പറയുന്നത്. പിന്നെ അതിന്റെ അഡ്വാൻറ്റേജ് ആണ് നമ്മുടെ ഡ്രൈവേഴ്സിന്റെ സ്ട്രെസ് റെഡ്യൂസ് ചെയ്യും. പിന്നെ ഇതുവഴി നമുക്ക് എന്താണ് ഫ്യൂവൽ ലാഭിക്കാം. പിന്നെ നമ്മുടെ ഓവർ സ്പീഡിങ് അവോയ്ഡ് ചെയ്യാം ഈ ഒരു ഇത് വെച്ചിട്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ആക്സിഡന്റ് എല്ലാം മാക്സിമം കുറഞ്ഞു കിട്ടും ഇതുപോലത്തെ ഈ ക്രൂയിസ് കൺട്രോൾ സിസ്റ്റം ഉപയോഗിച്ചിട്ട്. പിന്നെ അതിന്റെ ഡിസ്അഡ്വാൻറ്റേജ് ആണ് നമ്മുടെ ടയേർഡ് ആയിട്ടുള്ള ഡ്രൈവേഴ്സിന് അത്ര ഗുണകരമല്ല. പിന്നെ അത് മാത്രമല്ല, അത് പെട്ടെന്ന് എന്താണ് സ്ലോ ഡൗൺ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് മാത്രമല്ല, നമ്മുടെ ഈ ബാഡ് വെതേഴ്സ് ഇല്ലേ, ഈ എന്താ പറയാ ഫോഗ് അതെല്ലാം, അങ്ങനത്തെ ഇതെല്ലാം, പിന്നെ ഹെവി റെയിൻഫാൾ അങ്ങനത്തെ സിസ്റ്റത്തിലെല്ലാം നമുക്ക് ഈ ഒരു കൺട്രോള് എന്താണ് ഈ ക്രൂയിസ് കൺട്രോൾ സിസ്റ്റം ഇതാക്കാൻ കുറച്ച് പാടാണെന്നാ പറയുന്നത്. പിന്നെ അതിന്റെ ഒരു ഭാഗമാണ് ഈ അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ. അതെന്ന് പറയുന്നത് എന്താ, നമ്മുടെ അതിന് വേറെ തന്നെ പറയുന്നതാണ് എന്താണ് അവൈലബിൾ ക്രൂസ് കൺട്രോൾ അഡ്വാൻസ്ഡ് ഡ്രൈവിംഗ് അസിസ്റ്റൻസ് സിസ്റ്റം. നമ്മുടെ വെഹിക്കിൾ സ്പീഡ് ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ചെയ്യുന്നു. പിന്നെ മറ്റു മുന്നിലുള്ള വെഹിക്കിൾസിനെ ഇതിന് വെച്ചിട്ടില്ലേ സേഫ് ഡിസ്റ്റൻസ് നമ്മൾ കവർ ചെയ്യും. ഞാൻ ഒരു പിക്ചർ കാണിച്ചു തരാം സാറേ. ഇതാണ് നമ്മുടെ ഈ ACC വെഹിക്കിൾ, ഈ ഒരു സിസ്റ്റം ഉള്ള വെഹിക്കിള്. അപ്പൊ ഇതാണ് മുന്നിലുള്ള നമ്മുടെ അതായിട്ട് നമ്മൾ ഇത്ര ക്ലിയറൻസ് ഈ ഗ്യാപ്പ് ഇതാക്കുന്ന ഒരു ടൈം ഗ്യാപ്പ്. ഒരു പക്ഷേ ഇതിന് പാരലായിട്ട് ഒരു റോഡിൽ ഇതേപോലത്തെ ഒരു വണ്ടി കടന്നു പോകുന്നുണ്ട്. ആ ഒരു വണ്ടി നമ്മുടെ അതേ ലൈനിൽ വരികയാണെങ്കിൽ പിന്നെയും നമ്മുടെ സ്പീഡ് കൺട്രോൾ ചെയ്ത് പിന്നെയും ഈ താഴെയുള്ള വെഹിക്കിൾ ഇങ്ങോട്ടേക്ക് വരുവാണെങ്കിൽ ഇതേ ഡിസ്റ്റൻസ് തന്നെ പിന്നെയും കവർ ചെയ്യും. എന്താ പറയാ, ഒരു ആക്ച്വൽ ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ ഈ ACC സഹായിക്കുന്ന പറയുന്നത്. നമ്മൾ സംസാരിച്ച എന്താ, ഡ്രൈവർ സെറ്റ്സ് എ മാക്സിമം സ്പീഡ് സിമിലർ ടു വാട്ട് വൺ would do with normal cruise control. A radar sensor located in the front end of the car locates the traffic ahead of it and locks on to the car ahead.
This sensor then controls the speed of your car, and so that it always 2-3 seconds behind car in front. നമ്മൾ കുറച്ച് പറഞ്ഞത് തന്നെയാണ്. Using the input from the radar sensor, the computer unit measures the distance of the car ahead and calculate the speed related to. അതിനനുസരിച്ച് സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് സ്പീഡ് ഇതാക്കുന്നു. If there are multiple vehicles sensors field of coverage at the same time, it automatically select which of the vehicle system should track. അത് നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ പാരലൽ ആയിട്ട് പോകുന്ന വണ്ടി നമ്മുടെ മുന്നിൽ തന്നെ വന്ന് വരികയാണെങ്കിൽ എന്താ പറയാ, അത് ആ മുന്നിലുള്ള വണ്ടിയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യപ്പെട്ടിട്ട് അതിനായിട്ടൊരു ഗ്യാപ്പ് ഇതാക്കുക. അതിന്റെ ടൈപ്സ് ആണ്. ടൈപ്സ് എന്ന് പറയുമ്പോൾ അസിസ്റ്റന്റ് സിസ്റ്റം, മൾട്ടി സെൻസർ സിസ്റ്റം, പ്രെഡിക്റ്റീവ് സിസ്റ്റം. അസിസ്റ്റന്റ് സിസ്റ്റം എന്ന് പറയുന്നത് അത് റഡാറിൽ ഇതാക്കുന്നതാണ്. ഹലോ അത് റഡാറിൽ ഇതാക്കുന്നതാണ്. എന്താ പറയാ, ഇങ്ങനെ ഒരു 3 ടൈപ്സ് സിസ്റ്റം ആണ്. അത് അസിസ്റ്റന്റ് സിസ്റ്റം എന്ന് പറയുന്നത് റഡാർ ബേസ്ഡ് ആണ്. എന്താ പറയാ, നമ്മുടെ ലൈനില്ലേ, ആ ലൈൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. വിച്ച് പ്രൊവൈഡിങ് പവർ സ്റ്റിയറിംഗ് അസിസ്റ്റ് ടു റെഡ്യൂസ് സ്റ്റിയറിംഗ് ഇൻപുട്ട് burden on corners when the cruise control system is activated. നമ്മുടെ ഇത് എന്താ പറയാ, ഈ ഇതിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണെന്ന് പറയുന്നത്. പിന്നെ മൾട്ടി സെൻസർ സിസ്റ്റം എന്ന് പറയുന്ന പലതരം സിസ്റ്റം വെച്ചിട്ട് ഇതാക്കുന്നത്. അതിൽ തന്നെ നമ്മൾ GPS വെച്ചിട്ടും കൂടി ഈ മൾട്ടി സെൻസർ സിസ്റ്റത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് എന്നാ പറയുന്നത്. പ്രെഡിക്റ്റീവ് സിസ്റ്റം എന്ന് വെച്ചാല് എന്താ പറയാ, അത് പിന്നെ കുറച്ചും കൂടി എന്താണ് സേഫ്റ്റി ആൻഡ് എന്താ പറയാ പാസഞ്ചർ കംഫർട്ട് ആണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ നമ്മുടെ തൊട്ട അടുത്തുള്ള ലൈനില് എന്താ ആ വണ്ടി നമ്മുടെ മുന്നോട്ട് ഇതാക്കുവാണെങ്കിൽ ഈ ഒരു സിസ്റ്റം ഇതായിട്ട് പിന്നെ നമ്മൾ പിന്നെയും ഒരു ഇത്ര സെക്കൻഡ് ബാക്കോട്ട് എന്താവും ആ സ്പീഡ് കൺട്രോൾ ചെയ്യുന്ന പറയുന്നത്. പിന്നെ അടുത്ത ഫ്യൂച്ചറിലേക്ക് ACC സിസ്റ്റം ഇതാക്കുന്നത് നമ്മള് എന്താണ് പറയാ, ടോട്ടലി നമ്മുടെ ഡ്രൈവർലെസ് ഇതാ പറയാ, എന്താണ് ഈ കമ്പ്യൂട്ടർ കൺട്രോൾ ചെയ്തിട്ട് ഡ്രൈവർ ഇല്ലാത്ത ഇത്. ഇപ്പോ ഈ അടുത്ത കാലത്ത് ഈ ഗൂഗിൾ എന്തോ പ്രസന്റ് ചെയ്തെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരുന്നു. ആ കംപ്ലീറ്റ്ലി സെൻസേഴ്സും പിന്നെ ഈ ക്യാമറാസും പിന്നെ ഈ GPS വെച്ചിട്ടെല്ലാണ് ഇതാക്കുന്നത്. പലതരം സെൻസേഴ്സും വെച്ചിട്ട് ഈ സെൻട്രൽ കമ്പ്യൂട്ടറാണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത്. ഒരു ഡ്രൈവർലെസ് കാറാണ് ഇനി ഭാവിയിലേക്ക് ഇനി കൂടുതലായിട്ട് കാണപ്പെടുന്ന പറയുന്നത്. സർ, താങ്ക് യു. ഓക്കെ, കുഴപ്പമില്ല, സന്ദേശം കുഴപ്പമില്ലായിരുന്നു. ഓക്കെ, അടുത്തത് വിവേക്, ഞാൻ അടുത്തത് യദുകൃഷ്ണ BU. സർ, കണ്ട സർ. സർ കണ്ട. സർ, ഞാൻ ഇന്നെടുക്കാൻ പോകുന്നത് എഫക്റ്റീവ് മെത്തേഡ്സ് ഓഫ് റെഡ്യൂസിങ് പൊല്യൂഷൻ ഇൻ പെട്രോൾ ആൻഡ് ഡീസൽ വെഹിക്കിൾസ് ആണ്. കേൾക്കുന്നില്ല സർ? കേൾക്കുന്നുണ്ട്, പക്ഷേ എമിഷൻ കൺട്രോൾ, വെഹിക്കിൾസ് എമിഷൻ കൺട്രോൾ ആരോ എടുത്തിട്ടുണ്ടല്ലോ. ഇല്ല സാർ, ഇതിന്റെ മെത്തേഡ്സ് ആണ്. മെത്തേഡ്സ് ഇൻ റെഡ്യൂസിങ് ആണ്. അതിലാ മെത്തേഡ്സ് ഇൻ റെഡ്യൂസിങ് പൊല്യൂഷൻ അതെടുത്തിട്ടില്ല. Methods, exhaust gas, recirculation, silent, declaration, catalytic converter, എടുക്കുന്നതാണ് എഫക്റ്റീവ് മെത്തേഡ്സ് അല്ലേ? ഓക്കെ. Vehicle emission control is a study and practice of reducing the motor vehicle emissions. Emission produced by motor vehicles, especially in internal combustion engines.
Emissions of many air pollutants have been shown to have a variety of negative effects on the public health and natural environment. അതായത് നാച്ചുറൽ എൻവയോൺമെന്റിനും പബ്ലിക് ഹെൽത്തിനും ഒരു അഡ്വേഴ്സ് എഫക്റ്റ് ആണ് ഈ എമിഷൻസ് ഉണ്ടാക്കുന്നത്. Okay. Emissions that are principal pollutants of concern include combustion process. Gasoline and diesel fuels are a mixture of hydrocarbons and components which contain hydrogen and carbon atoms. In a perfect engine, perfect engine combustion എങ്ങനെയാണെന്ന് വെച്ചാൽ oxygen in the air would convert all the hydrogen and in the fuel to water and carbon in the fuel to carbon dioxide. ഒരു പെർഫെക്റ്റ് എഞ്ചിനിൽ അങ്ങനെയാണ് നടക്കുന്നത്. കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറാണ് ഫോം ചെയ്യുന്നത്. ആൻഡ് നൈട്രജൻ ഇൻ ദി എയർ വുഡ് ബി റിമെയിൻ അൺഅഫക്റ്റഡ്. ഇൻ റിയാലിറ്റി ദ കമ്പഷൻ പ്രോസസ് cannot be perfect. പെർഫെക്റ്റ് ആയിരിക്കില്ല ഒരിക്കലും. ആൻഡ് ഓട്ടോമാറ്റിക് എഞ്ചിൻസ് എമിറ്റ് സെവറൽ ടൈപ്സ് ഓഫ് പൊല്യൂട്ടൻസ്. ഇതിൽ പെർഫെക്റ്റ് കമ്പഷൻ്റെ ഒരു കെമിക്കൽ റിയാക്ഷൻ ആണ് ഈ കാണിച്ചിട്ടുള്ളത്. ഫ്യൂവൽ പ്ലസ് എയർ, അതായത് ഫ്യൂവൽ ഹൈഡ്രോകാർബൺസ് ആണ്, പ്ലസ് എയർ ഓക്സിജൻ പ്ലസ് നൈട്രജൻ ഗീവ്സ് കാർബൺ ഡയോക്സൈഡ് പ്ലസ് വാട്ടർ പ്ലസ് അൺഅഫക്റ്റഡ് നൈട്രജൻ. ഒരിക്കലും ഒരു കമ്പഷൻ പെർഫെക്റ്റ് ആയിരിക്കില്ല. നമ്മൾ പ്രാക്ടിക്കലായിട്ട് നടക്കുന്ന കമ്പഷൻ വരുന്നത് ഫ്യൂവൽ പ്ലസ് എയർ ഗീവ്സ് അൺബേൺഡ് ഹൈഡ്രോകാർബൺസ് പ്ലസ് നൈട്രജൻ ഓക്സൈഡ്സ് പ്ലസ് കാർബൺ മോണോക്സൈഡ് പ്ലസ് കാർബൺ ഡയോക്സൈഡ് പ്ലസ് വാട്ടർ. ഇതിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള എമിഷൻസ് ആണ് നമ്മുടെ ഈ അൺബേൺഡ് ഹൈഡ്രോകാർബൺസ് പ്ലസ് നൈട്രജൻ ഓക്സൈഡ്സ് പ്ലസ് ഈ കാർബൺ മോണോക്സൈഡ്. ടിപ്പിക്കലായിട്ടുള്ള കാറിൽ നിന്നുള്ള എമിഷൻസ് ആണ് ടിപ്പിക്കൽ എമിഷൻസ് ഫ്രം എ കാർ. ഇവാപ്പറേറ്റീവ് എമിഷൻസ്, റീഫ്യൂവലിംഗ് ലോസസ് ആൻഡ് എക്സോസ്റ്റ് എമിഷൻസ്. എക്സോസ്റ്റ് എമിഷൻസിനെ പറ്റിയാണ് ഞാനിവിടെ പറയുന്നത്. അതിൽ വരുന്നതാണ് ഹൈഡ്രോകാർബൺസ്. ഹൈഡ്രോകാർബൺ എമിഷൻസ് റിസൾട്ട് വെൻ ഫ്യൂവൽ മോളിക്യൂൾസ് ഇൻ ദ എഞ്ചിൻ ഡു നോട്ട് ബേൺ ഓർ ബേൺ പാർഷ്യലി. അതായത് ഫ്യൂവല് ബേൺ ചെയ്യാതിരിക്കുകയോ അതോ അൺബേൺ പാർഷ്യലി ബേൺ ചെയ്യുമ്പോഴാണ് ഹൈഡ്രോകാർബൺസ് ഫോം ചെയ്യുന്നത്. Hydrocarbons react in the presence of nitrogen oxide and sunlight to form ground level ozone. Ground level ozone ഉണ്ടാക്കാനായിട്ട് ഹൈഡ്രോകാർബൺസ് ഒരു കാരണമാകുന്നുണ്ട്. A major component of smoke. ഈ ഓസോൺ ഗ്രൗണ്ട് ലെവൽ ഓസോൺ ആണ് ഈ സ്മോക്ക് ഉണ്ടാക്കാനുള്ള കാരണം. ഓസോൺ irritates the eyes, damages the lungs and aggravates respiratory problems. ഇങ്ങനത്തെ ഉള്ള പ്രോബ്ലംസ് ഉണ്ടാക്കാനും ഓസോൺ ഒരു കാരണമാകുന്നു. It is our most widespread and tractable urban air pollution problem. A number of exhaust hydrocarbons are also toxic with potential to cause cancer. It can also cause cancer. പിന്നെ വരുന്നതാണ് nitrogen oxide or NOx. Under high pressure and temperature conditions, the engine in an engine, nitrogen and oxygen atoms in the air react to form various nitrogen oxide, collectively known as NOx. ഇത് മെയിൻ ആയിട്ട് ഉണ്ടാവുന്നത് ഡീസൽ എഞ്ചിൻസിലാണ്. ബിക്കോസ് ഡീസൽ എഞ്ചിൻസിലാണ് ഹൈ പ്രഷറും ഹൈ ടെമ്പറേച്ചർ കണ്ടീഷൻസ് ഉണ്ടാകുന്നത്. നൈട്രജൻ ഓക്സൈഡ്സ് ലൈക്ക് ഹൈഡ്രോകാർബൺസ് ആൻഡ് prerequisite for the formation of ozone, and they also contribute to the formation of acid rain. ഈ NOx കാരണം ഓസോണും ഫോർമേഷൻ ഓഫ് ഓസോണും പിന്നെ ആസിഡ് റെയിൻ ഉണ്ടാകുന്നു. പിന്നെ കാർബൺ മോണോക്സൈഡ്. Carbon monoxide is a product of incomplete combustion and occurs when the carbon in the fuel is partially oxidized rather than fully oxidized into carbon dioxide. Fully oxidized ആവുകയാണെങ്കിൽ കാർബൺ ഡയോക്സൈഡ് ആണ് ഫോം ചെയ്യുക. ആസ് എ റിസൾട്ട് ഓഫ് പാർഷ്യൽ ഓക്സിഡൈസേഷൻ ആണ് ഈ കാർബൺ മോണോക്സൈഡ് ഫോം ആവുന്നത്. കാർബൺ മോണോക്സൈഡ് reduces the flow of oxygen in the bloodstream and particularly dangerous to person with heart diseases. ഇതാണ് എന്താ കാർബൺ മോണോക്സൈഡ് വെച്ചിട്ടുള്ള പ്രോബ്ലംസ്. റെഡ്യൂസസ് ഫ്ലോ ഓഫ് ഓക്സിജൻ ഇൻ ബ്ലഡ് സ്ട്രീമും പിന്നെ ഹാർട്ട് പേഷ്യൻസിന് ഡേഞ്ചറസ് ആണ്. പിന്നെ കാർബൺ ഡയോക്സൈഡ് ഇൻ റീസെന്റ് ഇയേഴ്സ് EPA has started to view carbon dioxide a product of perfect combustion. പെർഫെക്റ്റ് കമ്പഷന്റെ പ്രോഡക്റ്റ് ആയിട്ടാണ് കാർബൺ ഡയോക്സൈഡിനെ കാണുന്നത് ആസ് എ പൊല്യൂഷൻ കൺസേൺ. Carbon dioxide does not directly impair human health. Human health directly affect ചെയ്യില്ല, but it is a greenhouse gas that traps the earth's heat and contributes to potential for global warming. ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാകുന്നു. പിന്നെ വരുന്നതാണ് particulate matter and sulfur dioxide. particulate matter എന്ന് പറഞ്ഞാൽ
സൂട്ട് ഓർ സ്മോക്ക്, അതായത് എക്സ്ട്രാ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് വേറെ കമ്പഷൻ കാരണം എമിഷൻസ് വരുന്നതാണ് ഈ സൂട്ട് ഓർ സ്മോക്ക്. ഗോസ് റെസ്പിറേറ്ററി ഡിസീസസ്. പിന്നെ സൾഫർ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ excess of sulfur content in fuels. A general term of sulfur oxide of sulfur which are emitted from the motor vehicles burning fuel containing a high concentration of sulfur. High concentration of sulfur burn fuel burn ചെയ്യുമ്പോൾ ഉണ്ടാവുന്നതാണ് സൾഫർ ഓക്സൈഡ്. പിന്നെ എന്താ പറയുക വെച്ചാൽ ഇത് പറഞ്ഞത് തന്നെയാണ് പറഞ്ഞത്. കാർബൺ മോണോക്സൈഡ്, നൈട്രജൻ ഓക്സൈഡ്, പാർട്ടിക്കുലേറ്റ് മാറ്റർ ആൻഡ് അൺബേൺ ആണ് എന്താ ഗ്യാസോലിൻ കമ്പഷൻ നടക്കുമ്പോൾ ഉണ്ടാകുന്നത്. പിന്നെ ഒരു പെട്രോൾ എഞ്ചിൻ എന്താ ഡീസൽ എഞ്ചിന് കമ്പയർ ചെയ്യുമ്പോൾ ലെസ് പൊല്യൂട്ടൻസ് ആണ് എമിറ്റ് ചെയ്യുന്നത്. Emissions from a petrol car have been dramatically reduced by the introduction of catalytic converters. Catalytic converters in the chain which oxidize pollution such as CO to less harmful gases such as CO2. CO ne oxidize ചെയ്ത് CO2 ആക്കുന്നു catalytic converters. When compared to petrol cars with catalyst cars without catalyst cars which have much CO, HC and NOx emissions at an expense of CO emissions. അതായത് കാറ്റലിറ്റിക് കൺവേർട്ടർ ഉള്ള കാറിൽ CO, HC and NOx emissions കുറവായിരിക്കും, ബട്ട് CO2 emissions കൂടുതലായിരിക്കും, which increase due to the oxidation of carbon monoxide to CO2. അതായത് ഈ കാറ്റലിസ്റ്റ് ഉള്ള കാസിൽ CO-നെ ഓക്സിഡൈസ് ചെയ്ത് CO2 ആവും, അതുകൊണ്ട് CO2 emissions കൂടുതലായിരിക്കും. A catalytic car will also use slightly more fuel and become less efficient. Catalytic യൂസ് ചെയ്യുന്ന കാസ് ലെസ് എഫിഷ്യൻ്റ് ആയിരിക്കും. However, despite these improvements, petrol cars with catalyst still produce more CO and HC than diesel cars. അതായത് ഒരു കാറ്റലിസ്റ്റ് ഉള്ള പെട്രോൾ കാർ ഒരു ഡീസൽ കാറിനേലും കൂടുതൽ CO and HC പ്രൊഡ്യൂസ് ചെയ്യുന്നു. Although exhaust emissions of NOx and particulates are much lower than diesel cars. ഡീസൽ കാർസിൽ NOx and particulates എമിഷൻസ് കൂടുതലാണ് compared to petrol cars. Effective methods on reducing pollution ആണ് ഇനി പറയാൻ പോകുന്നത്. Air fuel ratio is an important engine variable to control auto exhaust. Linear mixture reduces hydrocarbons and carbon monoxide but increases NOx. Richer mixture increases hydrocarbons but reduces NOx. അതിൻ്റെ ഒരു ഗ്രാഫ് പോലെ ഉള്ളതാണിത്. എന്താ പറയുക, എയർ ഫ്യൂൽ റേഷ്യോൻ്റെ ഐഡിയൽ സ്റ്റേജ് ആണിത്. 14.7:1 എന്നുള്ള റേഷ്യോ ആണ് ഐഡിയൽ. അതിന് റിച്ചർ സൈഡിലേക്ക് പോകുമ്പോൾ HC ആൻഡ് CO ഇൻക്രീസ് ചെയ്യും. പിന്നെ ലീനർ സൈഡ് ആണെങ്കിൽ NOx ആണ് ഇൻക്രീസ് ചെയ്യുക. പിന്നെ വരുന്നതാണ് കാറ്റലിറ്റിക് കൺവേർട്ടേഴ്സ്. നേരത്തെ പറഞ്ഞു, അതായത് കാറ്റലിറ്റിക് കൺവേർട്ടേഴ്സിൻ്റെ ഫിഗർ ഇതാണ്. എഞ്ചിനിൽ നിന്ന് വരുന്ന HC ആൻഡ് CO-നെ കാറ്റലിറ്റിക് കൺവേർട്ടേഴ്സ് ഓക്സിഡൈസ് ചെയ്തിട്ട് CO2 and H2O ആയിട്ട് പുറത്തുവിടും. Catalytic converter is a device placed in the exhaust pipe which convert hydrocarbons and carbon monoxide and NOx into less harmful gases by using combination of platinum, palladium and rhodium as catalyst. ഇതിന്റെ യൂസസ് എന്ന് പറഞ്ഞാൽ reduces emissions and increases fuel efficiency. പിന്നെ PUC എന്ന എമിഷൻ ടെസ്റ്റിംഗ്, നമ്മളെ സ്മോക്ക് ടെസ്റ്റിംഗ്, പുക ടെസ്റ്റ് ചെയ്യാന്നൊക്കെ പറയും, അതാണ് ഇത്. Under Rule 115 of Central Motor Vehicle Rules, motor vehicles are required to carry a PUC certificate to be given by an agency authorized for this purpose by the state government. അതായത് ഒരു PUC സർട്ടിഫിക്കറ്റ് എല്ലാ വെഹിക്കിൾസിനും വേണം. Measurement of emissions from petrol vehicle is done by a gas analyzer. ഗ്യാസ് അനലൈസർ വെച്ചിട്ടാണ് പെട്രോൾ വെഹിക്കിൾസിന്റെ എമിഷൻസ് നോക്കുന്നത്. In case of diesel vehicles, it is done by smoke meters. Smoke meters വെച്ചിട്ടാണ് ഡീസൽ വെഹിക്കിൾസ് മെഷർ ചെയ്യുന്നത്. പിന്നെ to ensure that in-use vehicles are ഒരു മിനിറ്റ് പറയട്ടെ. അതായത് നിങ്ങൾ എല്ലാവരോടും പറയാനുള്ളത്, കുറെ ആൾക്കാർ നിങ്ങളിലൊക്കെ ടൂ വീലേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടാവും.
അപ്പോ PUC സർട്ടിഫിക്കറ്റിന്റെ ഒരു കാര്യം ഇമ്പോർട്ടൻസ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ PUC സർട്ടിഫിക്കറ്റ് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ അതല്ലെങ്കിൽ ആ സർട്ടിഫിക്കറ്റിനൊക്കെ വാലിഡിറ്റി ഇല്ലെങ്കിൽ നിങ്ങൾ അഥവാ വെഹിക്കിൾസിന് ആക്സിഡന്റ് പറ്റുകയാണെങ്കിൽ ക്ലെയിം പോലും കിട്ടത്തില്ല. ഇപ്പൊ പുതിയ റൂൾ ഇറങ്ങിയിട്ടുണ്ട്, PUC സർട്ടിഫിക്കറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ് ഫോർ എവറി വെഹിക്കിൾ. ഇപ്പോൾ എന്താ പറയുക ഒരു എന്തെങ്കിലും ഒരു ആക്സിഡന്റ് നടക്കുകയാണെങ്കിൽ അതിന് നിങ്ങൾക്ക് ക്ലെയിം കിട്ടണമെങ്കിൽ, ഇൻഷുറൻസ് ക്ലെയിം കിട്ടണമെന്നുണ്ടെങ്കിൽ PUC സർട്ടിഫിക്കറ്റ് അത്യാവശ്യമാണ്. സോ ആരെങ്കിലും വെഹിക്കിൾസ് നിങ്ങളുടെ പാരന്റ്സോ അല്ലെങ്കിൽ നിങ്ങളോ ആരെങ്കിലും വീട്ടിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, വെഹിക്കിൾസ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ PUC സർട്ടിഫിക്കറ്റ് ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുക. ഓക്കെ, റൈറ്റ്. സാറേ ഈ PUC സർട്ടിഫിക്കറ്റ് പറയുന്നത് പൊല്യൂഷൻ കൺട്രോൾ അല്ല, പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ്. ഹലോ, പറഞ്ഞോ ഏതോ. Okay. To ensure that in use vehicles are maintained well and less emitting, gasoline vehicles are tested for idle CO emission. അതായത് ഐഡിൽ കാർബൺ മോണോക്സൈഡ് എമിഷൻസിനെ ടെസ്റ്റ് ചെയ്യും. പിന്നെ ഡീസൽ വെഹിക്കിൾസ് ആർ ടെസ്റ്റഡ് ഫോർ ഫ്രീ ആക്സിലറേഷൻ സ്മോക്ക്. പിന്നെ ക്ലീനർ ഫ്യൂൽസ് യൂസ് ദീസ് ഡേയ്സ് ഇൻ കാർസ് ഹാസ് മെനി കോമ്പൗണ്ട്സ് വിച്ച് ക്യാൻ കോസ് ഇമ്പ്യൂരിറ്റീസ് ഉള്ള ഫ്യൂവൽസ് ആണ് കുറേ അവൈലബിൾ ആയിട്ടുള്ളത്. You will have to keep your car clean and try to remove all sulfur from fuel. Sulfur കുറവുള്ള ഫ്യൂവൽസ് യൂസ് ചെയ്യാൻ ശ്രമിക്കും. You must use fuels like ethanol, methanol, and hydrogen because all these fuels have a clean burning. These fuels have low carbon content as compared to gasoline and diesels. Gasoline and dieselsനെ ചേഞ്ച് ചെയ്ത് ഹൈഡ്രജൻ, എത്തനോൾ, മെത്തനോൾ വെച്ചിട്ടുള്ള ഫ്യൂവൽസ് യൂസ് ചെയ്യാം. പിന്നെ യൂസ് അൺലെഡഡ് ഫ്യൂവൽസ്, അതായത് ഹൈ ഒക്ടേൻ ഫ്യൂവൽസും അൺലെഡഡ് എന്ന് പറഞ്ഞാൽ ലെഡ് കുറവുള്ള, ലെഡ് ഇല്ലാത്ത ഫ്യൂവൽസ് യൂസ് ചെയ്യാൻ ശ്രമിക്കും. റെഡ്യൂസ് ഡ്രൈവിംഗ്. Many of us are still dependent on fossil fuels, and the number of cars on the road are increasing every day. If you take some measures to drive less, then it can help curbing the vehicular pollution and protect some of our natural resources. Drive as little as possible. Use the public transport. Public transport maximum use ചെയ്യാൻ ശ്രമിക്കുക. Or you can walk towards your destination if it is close by. അടുത്തുള്ള സ്ഥലത്തേക്കാണ് പോകണമെന്ന് വെച്ചാൽ അത് നടന്നു പോകാനൊക്കെ ശ്രമിക്കാം. പിന്നെ മെയിൻ്റെനൻസ് ടിപ്സ് ഫോർ വെഹിക്കിൾസ്. ഡ്രൈവ് മോഡറേറ്റ്ലി. അവോയ്ഡ് സ്പീഡിങ് യുവർ വെഹിക്കിൾസ് ആൻഡ് സ്റ്റോപ്പിംഗ് ഫ്രീക്വൻ്റ്ലി. അതായത് പെട്ടെന്ന് സ്പീഡ് കൂട്ടുക, പെട്ടെന്ന് കുറയ്ക്കുക, അത് ഫ്രീക്വൻ്റ് ആയിട്ട് ചെയ്യുന്നത് കുറയ്ക്കുക. ബിക്കോസ് ദിസ് വിൽ ഹെൽപ്പ് ഇൻ റെഡ്യൂസിങ് ദ ഫ്യൂവൽ യൂസ് ആൻഡ് പൊല്യൂട്ടൻ്റ് എമിഷൻ. അതായത് ഫ്യൂവൽ കൺസംഷൻ കുറയ്ക്കാനും എമിഷൻസ് കുറയ്ക്കാനും അത് സഹായിക്കും. ഫോർ സിമ്പിൾ വെഹിക്കിൾ മെയിൻ്റെനൻസ് like regular oil changes, spark plug replacement and air filter changes, അതൊക്കെ റെഗുലർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം. This will increase the life of your vehicle and will improve the fuel economy as well. അതായത് നമ്മുടെ ഫ്യൂവൽ എക്കണോമി കൂട്ടാനും നമ്മുടെ വെഹിക്കിളിൻ്റെ ലൈഫ് കൂട്ടാനും അത് സഹായിക്കും. When you start your vehicle, the engine of the car tends to burn more fuel. However, if you leave your engine idle for more than 2 minutes, it burns more fuel than what is required to start your engine. So, switch off engines at signals if the period is more than 1.5 minutes. 1.5 minutes മുകളിലാണ് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട പീരീഡ് എന്ന് വെച്ചാൽ it is better to switch off the engine. പിന്നെ യൂസ് ഓഫ് ഇലക്ട്രിക് കാർസ്. അതായത് യൂസ് ഓഫ് സീറോ എമിഷൻ വെഹിക്കിൾസ് സച്ച് എസ് ഹൈബ്രിഡ് കാർസ് ഓർ ഇലക്ട്രിക് കാർസ് നമ്മൾ ടെസ്ല ഒക്കെ ഫുൾ ഇലക്ട്രിക് ആണ്. പിന്നെ i8 BMW i8 ഹൈബ്രിഡ് കാർസിലോട്ടാണ്. അങ്ങനത്തെ സ്വിച്ച് ചെയ്യാം. അവയർനെസ് ആൻഡ് ലെജിസ്ലേഷൻ. ക്രിയേറ്റിംഗ് അവയർനെസ് ഇൻ പബ്ലിക് വിൽ ഹെൽപ്പ് ഇൻ റെഡ്യൂസിങ് എയർ പൊല്യൂഷൻ. അതായത് പബ്ലിക്കിന് അവയർനെസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ഹെൽപ്പ്. At the same time, strict legislative measures to curb excessive emissions can also be adopted. അതായത് റൂൾസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് വന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ് വുഡ് ഹെൽപ്പ് ഇൻ റെഡ്യൂസിങ് എമിഷൻസ്.